എല്ലാം തന്നെ അവരുടെ സംഭരണ ശേഷി കുറയുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ LPG വിതരണ കേന്ദ്രങ്ങൾ പ്രതിസന്ധിയിൽ ആകുന്ന സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി LPG പ്ലാന്റുകളും വിതരണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലയിലെ ഇരുമ്പനത്ത് പ്രതിസന്ധി രൂക്ഷമാണ്. 200 വാഹനങ്ങൾ വന്നു പോയിരുന്ന ഇടത്ത് ഇപ്പോൾ 50 വാഹനങ്ങൾ മാത്രമാണ് ചരക്ക് നീക്കത്തിനായി എത്തുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇരുമ്പനത്ത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുടെ പ്രധാന LPG വിതരണ പ്ലാന്റുകളും ടെർമിനലുകളും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ആ പ്രവർത്തന ശേഷി കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് തന്നെ പറയാവുന്ന മേഖലയാണ് ഇരുമ്പനത്ത് ആണ് ഒരുപക്ഷെ ഈ LPG ക്ഷാമത്തിൻ്റെ ഒരു പ്രതിഫലനം. അത് വ്യാവസായിക തലത്തിൽ അല്ലെങ്കിൽ വളരെ കൃത്യമായി ഔദ്യോഗിക തലത്തിൽ പ്രകടമാകുന്ന ഒരിടം. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ വ്യാവസായിക തലത്തിൽ കൂടുതൽ ഇവിടുന്ന് എത്ര ബൾക്കായി തന്നെ ലോറികൾ ഫില്ല് ചെയ്ത് പുറത്തോട്ട് പോകുന്നിരുന്ന ഒരു സാഹചര്യത്തിൽ 200 ലോറികൾ എന്നുള്ള ഒരു കണക്കിൽ 50 ലോറികളൊക്കെയാണ് ഇപ്പോൾ വന്നു പോകുന്നത്. വളരെ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫില്ലിംഗ് പ്രൊസീജിയറും വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ക്ഷാമം രൂക്ഷമായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിഫ്ലക്ഷനാണ് കാണുന്നത് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത് തന്നെയാണ് ഇവിടുത്തെ സാഹചര്യവും. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ വന്ന ശേഷവും അധികം ലോറികളൊന്നും അകത്തേക്ക് പോയിട്ടുമില്ല. അതിനകത്തേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. എന്നിരുന്നാൽ പോലും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, 90കൾ മുതൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ പറ്റി വളരെ കൃത്യമായി നിങ്ങൾക്ക് പറയാനും കഴിയും. എന്താണ് തൊഴിലാളിക്കാണ് പണിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന വീട്ടിലെ അടുക്കളയിലും അതുപോലെ തന്നെ ഹോട്ടലുകാരുടെ എല്ലാം പൂട്ടി. ഇനി പൂട്ടാനൊന്നുമില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു ക്ഷാമമില്ല എന്ന് പറയണം. എന്നിട്ടും ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചാൽ പോലും അവരെടുക്കാറില്ല. അതുപോലെ തന്നെ വണ്ടികളാണെങ്കിൽ വരുന്നില്ല. ഇപ്പോൾ ഈ സ്ഥിതി കാണാൻ പാടില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇതിന് മാറ്റം വരണം. അതിന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തില്ലെങ്കിൽ തൊഴിലാളികൾക്ക് പണിയില്ലാതാകും. ഹോട്ടലുകാരും അതുപോലെ മറ്റുള്ള എല്ലാവരും പട്ടിണിയുടെ പക്കത്തേക്ക് നീക്കും. 2 സെൻറ്റ് സ്ഥലമുള്ളവന് ഒരു അടുക്കള ഉണ്ടാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അടുപ്പ് പൂട്ടാൻ, വിറക് കത്തിക്കാൻ. അപ്പോൾ ഈ ഗ്യാസിനെ ആശ്രയിച്ചിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ഇത് മാറണം. അതിനുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ഈ കാര്യങ്ങൾ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൊഴിലാളി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു ക്രൈസിസിലേക്ക് നമ്മൾ പോകുന്നത്. ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഈ ഉൽപ്പന്നങ്ങളും ഗ്യാസും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒന്നും എത്താനുള്ള സാഹചര്യമില്ല. പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്കിന് കൂടി വരുന്ന ഒരു സാഹചര്യം, അതുവഴിയുള്ള വരവ് തടഞ്ഞതിൻ്റെ ഒരു സാഹചര്യവും ഒക്കെ ഉണ്ട്. അത് രൂക്ഷമാകുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഇത്ര വലിയൊരു ക്രൈസിസിലേക്ക് ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു, അതല്ലെങ്കിൽ വീട്ടിൽ പാചകവാതകം ഇല്ലാത്തൊരു സാഹചര്യം, അതൊരു വലിയ പ്രതിസന്ധി തന്നെയല്ലേ? ഇന്നലെ തന്നെ ഞാൻ പോയിട്ട് പല സ്ഥലത്തും ഓടി നടന്നിട്ട് ഒരു ചെറിയ കുറ്റി പോലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇപ്പോൾ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോലും അവരെടുക്കണമില്ല. പിന്നെ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ 40-45 ദിവസം കഴിയാതെ കിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ അതിരൂക്ഷമായ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് ഒരു ഗ്യാസ് പ്ലാന്റിൻ്റെ ഫ്രണ്ടിലാണ്. അവിടുത്തെ തൊഴിലാളികൾക്ക് നേരെ ഒരു പണിയില്ല. ഒരു ദിവസം 10-12 ലോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതുവരെയും മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തീർത്തും ഇത് ഇല്ലാതെയാവും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരേന്ദ്രൻ. 90 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നതാണ്. ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പൊ 10-12 ലോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ചിട്ടാണ് 200 ലോറികൾ വന്നിരുന്നിടത്ത് 50 ലോറികൾ എന്നുള്ള ഒരു കണക്ക് വന്നത്. പക്ഷെ അതിപ്പോൾ 12 ചുരുങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇവിടുന്ന് ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. ഈ കച്ചവടത്തെയൊക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാവും. എന്തായാലും കുറച്ച് ദിവസമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ കുറവാണ്? കച്ചവടം കുറവായിരുന്നു. വണ്ടിയൊന്നും വരുന്നില്ല. വണ്ടി
നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് ലോട്ടറി അതന്നെ വരണം, വേറെ ആരും വരുന്നില്ല. വരുന്നില്ല. ഇല്ല. എത്ര അന്നേരം ഒരു ഭയങ്കരമായിട്ട് ആ വണ്ടിയുടെ വരവ് കുറഞ്ഞിട്ടുണ്ടോ? കുറവാണ്, നല്ലോണം കുറവുണ്ട്. ചേട്ടൻ എന്ത് പറയുന്നു? ചേട്ടന് തീരെ കുറവാണ്, വണ്ടിയില്ല. ഇവിടെ രണ്ട് വണ്ടിയൊക്കെ പോകുന്നുള്ളൂ. ഇന്ന് കുറച്ച് കാലി വണ്ടികൾ വന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. വലിയ സിലിണ്ടറുകളൊന്നും പോകണില്ല, പുറത്ത് പോകണില്ല. ഹോട്ടലുകൾ ഇവിടുന്ന് സിലിണ്ടറുകളൊന്നും പോകണില്ല, ഫില്ലിങ് നടക്കണില്ല. വേറെ 1-2 വണ്ടി മാത്രമേ ഔട്ട് ആവണുള്ളൂ. ഇന്നൊന്നും വരില്ല എന്നാണ് പറയണത്. ഗ്യാസ് മറ്റേ ഹോട്ടൽ ഗ്യാസൊന്നും പോകണില്ല. അഭിലാഷ്, സാഹചര്യം അതാണ്. വാണിജ്യ സിലിണ്ടറുകൾ പോകാത്തത് കൊണ്ട് തന്നെ കൊച്ചിയിലെ പല ഹോട്ടലുകളും കഴിഞ്ഞ ദിവസം അടച്ചിട്ടുണ്ട്. അതുപോലെ ചായക്കടകളൊക്കെ ഈ സ്ഥിരമായിട്ട് ഗ്യാസ് അല്ലെ കുക്കിങ്ങിന് ഗ്യാസ് നിരന്തരം വേണ്ടി വരുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ ചുരുക്കം ചില വിഭവങ്ങൾ മാത്രമാണ് കൊച്ചിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതും. അതില്ലാത്ത കടകളൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വാണിജ്യ സിലിണ്ടർ നേരത്തെ അവർക്ക് ലഭിച്ചിരുന്നതിൽ 20% മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്താൽ തന്നെ 45 ദിവസം, 24 ദിവസം സിംഗിൾ സിലിണ്ടറിന്, 27 ദിവസം ഡബിൾ സിലിണ്ടറിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ബുക്ക് ചെയ്താൽ 45 ദിവസം എടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അതോറിറ്റികൾ നൽകുന്നുണ്ട്. വലിയ പ്രതിസന്ധിയാണ് എന്തായാലും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടും ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടും. കൊച്ചിയിലെ ഹോട്ടൽ മേഖലയായാലും വീടുകളായാലും വിറകിനൊക്കെ വലിയ വിലയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് വിറകിനൊക്കെ വലിയ വിലയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കൊച്ചിയിൽ പ്രത്യേകിച്ചും അഭിലാഷ് സൂചിപ്പിച്ചത് വലിയൊരു വിതരണ കേന്ദ്രവും ടെർമിനലും ഒക്കെയാണ് കൊച്ചിയിലുള്ളത്. അതിൽ നിന്ന് പോലും ഫില്ല് ചെയ്യാനുള്ള അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അഭിലാഷ്, യെസ്, ഒരുപക്ഷെ മധ്യ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഇരുമ്പനത്ത് നിന്ന് പ്രത്യേകിച്ച് ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രൻ പങ്കുവച്ചത്. ഒരുപക്ഷെ ഊർജ്ജ പ്രതിസന്ധി ഇല്ലാത്ത ഒരു സമയത്താണ് ആജ്ഞയും ഞങ്ങളുടെ ക്യാമറ പേഴ്സണും ഒക്കെ അവിടെ ഉള്ളത് എങ്കിൽ ഇതിനോടകം തന്നെ നിരവധി വാഹനങ്ങൾ ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോവുകയും നിരവധി വാഹനങ്ങൾ അകത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവിടെയാണ് ഒരു ഹർത്താലിൻ്റെയോ ഒക്കെയുള്ള ഒരു പ്രതീതി. ഒരു വാഹനങ്ങളും അതിൽ പോകുന്നില്ല, ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കുന്നു എന്നതാണ്. പ്രതിദിനം ഏതാണ്ട് 200ഓളം വാഹനങ്ങൾ അവിടുത്തെ ഓരോ ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്നും നിരവധിയായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BPSLന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും ഒക്കെ ഫില്ലിംഗ് സ്റ്റേഷനുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ഏതാണ്ട് പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യം. അതല്ല എങ്കിൽ ഈ LPGയുടെ പോക്കുവരവ് ഏതാണ്ട് 5-1 ചുരുങ്ങിയിട്ടുള്ള സാഹചര്യം എന്നതാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അത് വ്യാവസായിക തലസ്ഥാനം എന്നുകൂടി വിശേഷിപ്പിക്കുന്ന ഇടമാണ്. അങ്ങനെയുള്ള കൊച്ചി, അവിടെ ഒരു ചേട്ടൻ പറഞ്ഞ പ്രതികരണം വളരെ പ്രസക്തമാണ്. ഈ 2 സെന്റിലും 3 സെന്റിലും ഒക്കെ വീടുകൾ ഉള്ളവർക്ക് ഒരു വിറകടുപ്പ് പുറത്ത് കൂട്ടാനുള്ള സ്ഥലം പോലും ഇല്ല എന്നിരിക്കെയാണ് LPG വലിയ തോതിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നത് എങ്കിൽ വടക്കൻ കേരളത്തിലും സ്ഥിതി മറ്റൊന്നല്ല. വടക്കൻ കേരളത്തിലും ഈ പാചകവാതക ക്ഷാമം അത് വലിയ തോതിൽ ഹോട്ടൽ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി ജില്ലയായിട്ടുള്ള കാസർഗോഡ്, ആ കാസർഗോഡ് മാത്രം ഏതാണ്ട് 80% ഹോട്ടലുകൾ ഇതിനോടകം തന്നെ പൂട്ടേണ്ടി വന്നു എന്നാണ് ഹോട്ടൽ വ്യാപാരികൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.